ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത്. പലപ്പോഴും പല ആളുകൾക്കും ഈ വലിപ്പം, അതിൻ്റെ നീളം, അതിൻ്റെ വണ്ണം ഇതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലെവലിൽ ഉണ്ടാകാറില്ല. വണ്ണം, നീളം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല പോൺ ഫിലിംസിലൊക്കെ ആഫ്രിക്കൻ വംശജരുടെ ഇതിനോട് കമ്പയർ ചെയ്തൊക്കെയായിരിക്കും ആളുകൾ ഇങ്ങനെയൊരു കോംപ്ലക്സ് മനസ്സിലേറ്റുന്നത് തന്നെ. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോലും അത് ലിംഗം ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അവർ പ്രൊട്രാക്ടറൊക്കെ വെച്ച് മെഷർ ചെയ്ത് വരെ നോക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു സംശയമാണ്, ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത്. അത് നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, മനസ്സിലാക്കി, പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത് തന്നെ. പലപ്പോഴും പല ആളുകൾക്കും ഈ വലിപ്പം, അതിൻ്റെ നീളം, അതിൻ്റെ വണ്ണം ഇതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലെവലിൽ ഉണ്ടാകാറില്ല. അത് പലപ്പോഴും അവരുടെ ലിംഗത്തിന് ആവശ്യത്തിന് വണ്ണമില്ലാത്തത് കൊണ്ടോ വലുപ്പമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ ആകമൊത്തമുള്ള നീളം, പൊക്കം കൂട്ടാനായിട്ട് പല വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം. പല വിധത്തിലുള്ള സ്റ്റിറോയിഡ് മരുന്നുകൾ, ഹോർമോൺ ഗുളികകൾ അല്ലെങ്കിൽ ഹോർമോൺ മരുന്നുകൾ കൊടുക്കാം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. പക്ഷേ നമ്മുടെ ആകമൊത്തമുള്ള പൊക്കം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെ വളർച്ചയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ലിംഗത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിലേക്ക് ബ്ലഡ് ഇരച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഉദ്ധാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ വലിപ്പം, വണ്ണം, നീളം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല പോൺ ഫിലിംസിലുമൊക്കെ ആഫ്രിക്കൻ വംശജർ